ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്ന്. ഭൂരിഭാഗം പേർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണ്, പക്ഷെ അറിയാത്തവരും ഉണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും ആയിട്ട് ഒരു സിമ്പിൾ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി നോക്കാം. ഞാനിവിടെ 4 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാങ്ങയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. സാധാ പഴുത്ത മാമ്പഴം വേണമെങ്കിലും എടുക്കാം, പക്ഷെ ഇത് വെച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. മാമ്പഴം എല്ലാം തൊലി കളഞ്ഞെടുക്കുക. എന്നിട്ട് നല്ല വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുക്കണേ. ആ വെള്ളം കളയരുത്, അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എന്തിനാണെന്നുള്ളത് വഴിയേ പറയാം. ഇതിലേക്ക് 4 പച്ചമുളകാണ് നമ്മൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി കുറച്ച് മാത്രമേ ചേർക്കുകയുള്ളൂ. പച്ചമുളക് ഇങ്ങനെ നടുവേ പൊളന്നിട്ട് ചേർത്ത് കൊടുക്കുക. അവരവരുടെ എരിവിനനുസരിച്ച് 5ഓ 6ഓ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കൂടാതെ 2 തണ്ട് കറിവേപ്പില, 1/4 സ്പൂൺ മഞ്ഞൾ പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാങ്ങ പിഴിഞ്ഞ് മാറ്റി വെച്ച വെള്ളമില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കുക. മാങ്ങ പിഴിഞ്ഞ് നേരത്തെ മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. മാങ്ങയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിന്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കൈപ്പിടി നിറയെ തേങ്ങ, 1 നുള്ള് ജീരകം, 4 ടേബിൾ സ്പൂണോളം തൈര്. തൈരിന് പകരമായിട്ട് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, പക്ഷെ തൈര് ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും. എല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ ഒട്ടും തരിതരിപ്പില്ലാതെ അരഞ്ഞു കിട്ടണേ. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ തീയിലിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരപ്പിന്റെ പച്ചമണം മുഴുവനായിട്ട് മാറുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് തൈര് റെഡിയാക്കി എടുക്കാം. നേരത്തെ 1.5 കപ്പ് വെള്ളം ചേർത്തു, ഇപ്പൊ 1.5 കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ചും തൈരിന്റെ പുളി അനുസരിച്ചും ഇതിന് മാറ്റം വരുത്താവുന്നതാണ്. എടുത്തിരിക്കുന്ന തൈരിന്റെ കട്ടകൾ നന്നായിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് കറക്കി എടുത്താലും മതി. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ തിക്നെസ് ഒരുപാട് കുറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കട്ടകളെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് അരപ്പിന്റെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്രേവിയിലാണ് എടുക്കുന്നത്. തൈര് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി ആകും. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ, പിന്നീട് തിളയ്ക്കാൻ പാടില്ല. ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് വറുത്തുകൂടി ഇടണം. വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ 1/4 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് 1/4 സ്പൂണിന് മേലെ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടാതെ 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ മോര് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് നമുക്ക് ഉലുവ ഒന്നെങ്കിൽ കടുക് വറക്കുമ്പോൾ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ തൈര് ഒഴിച്ച് വാങ്ങി വെക്കില്ലേ, ആ സമയത്ത് ഒരു 1/4 സ്പൂണോളം ഉലുവ പൊടി ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെയാണ് ചേർക്കുന്നതെങ്കിൽ കറിക്ക് കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. മാമ്പഴക്കാലമല്ലേ, എല്ലാവരും തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിലൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്തിട്ടേക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.